നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. യഥാർത്ഥത്തിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടലെടുക്കുന്ന വാർത്തകൾ പലതരത്തിലാണ്. നമുക്കറിയാമല്ലോ, പലരും കാന്തപുരത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നു. അദ്ദേഹം മൂലമാണ് നിമിഷപ്രിയ ഈ പറയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് എന്ന് പറയുന്നു. ചില കൂട്ടരാകട്ടെ അത് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ഇടപെടൽ മൂലമാണ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് ശരിക്കും ഈ പറയുന്ന വധശിക്ഷ നീട്ടിവെച്ചത്, നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് ആരുടെ ഇടപെടൽ മൂലമാണ്? ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട അവരുടെ വധശിക്ഷ നീട്ടിവെച്ചു, വലിയ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ആ ഇടപെടലിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലൊരു വധശിക്ഷ നീട്ടിവെച്ചത് എന്ന പ്രചാരണമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തത് പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു മതസംഘടന, അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി ആണല്ലോ, ഒരു ഗ്രാൻഡ് മുഫ്തിയുടെ ഇടപെടൽ കൊണ്ട് മാത്രം ആ ഒരു ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനത്തിന് മാറ്റം കുറിക്കാനൊക്കെ കഴിയുമോ? തീർച്ചയായിട്ടും അത് വളരെ നിർണായകമായ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ കാര്യത്തിൽ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റു ചില ആളുകൾ പറയുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല, ഇത് നേരെ തിരിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നത്, കാന്തപുരം ഒന്നും അവിടെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നു. ചേരിതിരിഞ്ഞ് ഈ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല വിധത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരു മാധ്യമങ്ങളും തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം ജനങ്ങൾക്കിടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്, എന്താണ് യഥാർത്ഥത്തിൽ യമനിൽ സംഭവിച്ചത്. അതിൻ്റെ സത്യസന്ധമായ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്ന കൃത്യമായ ഡാറ്റകൾ എടുത്തുകൊണ്ട് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ അത് കൃത്യമായി പങ്കുവെക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? യമനിൽ തടവിൽ കഴിയുന്ന, വധശിക്ഷ കാത്ത് കഴിയുന്ന ഈ പറയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ 16-ാം തീയതി ആയിട്ടുള്ള ഇന്ന് നടപ്പിലാക്കേണ്ടതായിരുന്നു. ആ നടപ്പിലാക്കാൻ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയ സമയത്താണ്, ഏകദേശം 10-ാം തീയതി മുതൽ ഇങ്ങോട്ടാണ് ഇതിന്റെ പല വിധത്തിലുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടക്കുന്നത്. നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന തരത്തിലുള്ള ഊർജിതമായ ശ്രമങ്ങൾ നടക്കുന്നത്. അതിൽ ശ്രമിച്ച ആളുകൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പേര് എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മൻ MLA യുടെ പേരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിമിഷപ്രിയയെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച നേതാവ് ഉണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി അത്രമേൽ ശക്തമായിട്ട് അക്കാര്യത്തിൽ ഇടപെടുകയും എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ നാട്ടിലേക്ക് എത്തിക്കണം എന്ന നിലപാട് ഉമ്മൻചാണ്ടി. അദ്ദേഹം മരിക്കുന്ന സമയത്ത് പോലും ചാണ്ടി ഉമ്മനോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചാണ്ടി ഉമ്മൻ കൃത്യമായി ഗവർണർ മുഖേന ഇടപെട്ടു. അദ്ദേഹത്തിന് അവിടെ യമനിൽ ചെയ്യാൻ കഴിയുന്ന പരിചിതമായ ബന്ധങ്ങളെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. രണ്ടാമത്തത് കേരള ഗവർണറായിട്ടുള്ള രാജേന്ദ്ര അർലേക്കർ അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടും, അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി, വിദേശകാര്യ വക്താക്കൾ, കേന്ദ്രമന്ത്രി അമിത്ഷാ, ഈ ആളുകൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ബന്ധപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ഇടപെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മലയാളി വ്യവസായിയായിട്ടുള്ള യൂസഫ് അലി കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. തുടർച്ചയായി യൂസഫ് അലി ഈ കാര്യത്തിൽ ഇടപെട്ട് വരുന്നുണ്ട്. സൗദി എംബസി മുഖേനയാണ് ഈ കാര്യങ്ങളെല്ലാം യൂസഫ് അലി അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ യാഥാർത്ഥ്യം എന്നുള്ളത് ഈ കൂട്ടരുടെ എല്ലാം ഇടപെടൽ മൂലമാണ് ഈ പറയുന്ന വധശിക്ഷ മാറ്റിവെച്ചത്. അതിലേക്കാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ച കാര്യം, ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ കാര്യത്തിൽ ഇടപെട്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന്റെ സത്യസന്ധമായ ഉത്തരം എന്ന് പറയുന്നത് AP അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അതിൽ പക്ഷേ തെറ്റിദ്ധാരണാജനകമായ കാര്യം, ഈ വധശിക്ഷ മാറ്റിവെച്ചത് അബൂബക്കർ മുസ്ലിയാർ ഇടപെടൽ മൂലമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമുണ്ടായ ഗുണം എന്താണ് എന്നാണ് ചോദ്യമെങ്കിൽ, തലാൽ എന്ന് പറയുന്ന ഈ ക്രൂരമായി കൊല്ലപ്പെട്ട ആ ഒരു യുവാവിൻ്റെ കുടുംബം ഒരു തരത്തിലും ഒരു ഏജൻസികളോടും ഈ പറയുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ, അതുപോലെ തന്നെ അവിടെയുള്ള നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമുവൽ ജെറോം എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ, തുടർച്ചയായിട്ട് സാമുവൽ ജെറോമാണ് ഈ തുടർച്ചയായിട്ട് ഈ കാര്യത്തിൽ ഇടപെടുകയും അതിൽ വലിയ ഒരു അന്തർദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹമാണ് വലിയ അഹോരാത്രം പറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹം മുഖേന ഒരുപാട് ആളുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറുമായൊക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും ഇവർക്ക് പോലും ഈ പറയുന്ന തലാലിന്റെ കുടുംബത്തിനടുത്തേക്ക് ഈ വിഷയം എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത്, അവര്
ഞങ്ങൾക്ക് ഈ വിഷയം കേൾക്കേണ്ടതില്ല, ഞങ്ങൾക്ക് സംസാരിക്കേണ്ടതില്ല, ഞങ്ങൾക്ക് ഈ വിഷയം അറിയേണ്ടതില്ല എന്ന നിലപാടായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കുടുംബം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യമനിലെ ഒരു ഭരണഘടന അനുസരിച്ച് അല്ലെങ്കിൽ യമനിലെ നിയമങ്ങൾ അനുസരിച്ച് അവിടെ ശരിയത്ത് നിയമപ്രകാരമാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിലുള്ള ഒരു നിയമം അനുസരിച്ച് അവിടെ ഈ തലാലിന്റെ കുടുംബം ദിയാധനം വാങ്ങിക്കൊണ്ട് മാപ്പ് കൊടുത്താൽ മാത്രമാണ് ആർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ, രക്ഷപ്പെടാൻ കഴിയുള്ളൂ. പക്ഷെ അവരുടെ അജണ്ടയിൽ പോലും അത്തരം സംവിധാനം ഇല്ല, അത്തരത്തിലൊരു അഭിപ്രായം അവർക്കില്ല. ഞങ്ങളുടെ അടുത്തേക്ക് ആരും ഈ വിഷയവും പറഞ്ഞു വരേണ്ടതില്ല എന്നാണ് തലാലിന്റെ കുടുംബം പറയുന്നത്. അവിടെയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ വിജയിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള യമനിലെ സൂഫി മതപണ്ഡിതനായിട്ടുള്ള പ്രവാചക കുടുംബത്തിലെ പിന്മുറക്കാരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു മത നേതാവാണ് എന്താണ് ഷെയ്ഖ് ഹബീബ് ഉമർ. ഷെയ്ഖ് ഹബീബ് ഉമർ ഇദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ വന്ന് താമസിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ എ പി അബൂബക്കർ മുസ്ലിയാർ ബന്ധപ്പെടുന്നു, മതപരമായ ആ ബന്ധത്തിന്റെ പുറത്ത് ബന്ധപ്പെടുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടുകയും അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറോട് സംസാരിക്കുകയും ഈ തലാലിന്റെ കുടുംബത്തോട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പല വിധത്തിലുള്ള ബന്ധങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു സൂഫി പണ്ഡിതൻ, ഒരു ഇസ്ലാമിന്റെ ഒരു വലിയ പണ്ഡിതൻ അവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് വന്നപ്പോൾ അവരുടെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായി. അവർ അതിനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിമിത്തമായത്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറാവാതിരുന്ന കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു വസ്തുത എന്നുള്ളത്, അപ്പോഴും ഈ പറയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കണമെന്നോ ഈ പറയുന്ന സഹായധനം കൈപ്പറ്റാമെന്നോ ഈ കുടുംബം അംഗീകരിച്ചിട്ടില്ല. ഇല്ല, ഇന്നലത്തെ ചർച്ചയിലും ഈ കുടുംബം പറഞ്ഞത് സഹായധനം ഞങ്ങൾക്ക് വേണ്ട, അതുപോലെ തന്നെ വധശിക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അതോടൊപ്പം പറഞ്ഞത്. അതോടൊപ്പം തന്നെ വധശിക്ഷ നീട്ടിവെക്കുന്നതിനെതിരെയും കുടുംബം രംഗത്തെത്തിയിരുന്നു. തീർച്ചയായിട്ടും സൂഫി പണ്ഡിതനോട് ഇവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അങ്ങ് വിളിച്ചതുകൊണ്ട് അങ്ങയോടുള്ള ബഹുമാനം കൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായത്. ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, ഇതിനപ്പുറത്തേക്ക് ഇതിലൊരു ചർച്ചയുമില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളൊരു വിവരത്തിന്റെ പുറത്തും കൂടെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അത്തരത്തിലൊരു ഇടപെടൽ ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെങ്കിൽ, ആ കുടുംബം അതിന് തയ്യാറാവണമെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ ഇടപെടൽ വേണമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫലപ്രദമായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് ഈ വധശിക്ഷ മാറ്റിവെച്ചത്, അതിലേക്ക് വന്നാൽ വധശിക്ഷ മാറ്റിവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ അവിടെ എന്താണ് പ്രവർത്തിച്ചത്? നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ വധശിക്ഷ മാറ്റിവെക്കണമെങ്കിൽ അവിടുത്തെ ഭരണകൂടം, അവിടുത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് മാത്രമേ മാറ്റിവെക്കാൻ കഴിയുള്ളൂ. ഇവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മൊത്തത്തിൽ ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ എസ് ജയശങ്കറുണ്ട്, അതുപോലെ കേന്ദ്ര വിദേശകാര്യ ഉദ്യോഗസ്ഥർ, ഇവർ കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ പറയുന്ന യമനിലെ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് അവിടെ എംബസി ഇല്ല, ഒരു ഓഫീസ് മാത്രമാണുള്ളത്, 2-3 ഉദ്യോഗസ്ഥർ മാത്രമാണ് അവിടെ ഉള്ളത്. ഇന്ത്യക്ക് വലിയ നയതന്ത്ര ബന്ധം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ MA യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് സൗദിയിലെ അവിടുത്തെ സൗദിയിലെ അവിടുത്തെ ഈ പറയുന്ന അവരുടെ എംബസി ഉദ്യോഗസ്ഥർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി അവിടുത്തെ വിദേശകാര്യ വക്താക്കൾ, അതുപോലെ തന്നെ ഈ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ, അവിടുത്തെ കോടതിയിലെ ജഡ്ജ്, ഏറ്റവും കീഴ്ക്കോടതിയിലെ ജഡ്ജ് ഉൾപ്പെടെ ആളുകളുമായിട്ട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് യമനിലെ പ്രസിഡന്റിന്റെ ഓഫീസിനെ ബന്ധപ്പെടുന്നു. അവർ ഇടപെട്ടിട്ടാണ് ഈ അവസാന നിമിഷം ഈ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായി എന്നതുകൂടെ കേൾക്കുന്ന സമയത്ത് ഈ കാര്യം കുറച്ചുകൂടി വേഗത്തിൽ നീങ്ങിയെന്ന് സത്യമാണ്. പക്ഷെ അതിന് മുമ്പേ തന്നെ താൽക്കാലികമായിട്ട് ഈ ചർച്ചകൾ കഴിയുന്നത് വരെ, ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകുമോ എന്നതാവുന്നത് വരെ ഈ പറയുന്ന വധശിക്ഷ നീട്ടിവെക്കാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നു. അതെ, കേന്ദ്ര സർക്കാരിന്റെ വിദേശകാര്യ ഉദ്യോഗസ്ഥരും MA യൂസഫ് അലിയും ഈ പറയുന്ന സൗദി അറേബ്യയിലെ എംബസിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ തരത്തിലുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഈ വധശിക്ഷ നീട്ടിവെച്ചത് എന്ന് മാധ്യമങ്ങൾ പുലമ്പുന്നത് മൊത്തത്തിൽ അതോടൊപ്പം തന്നെ ഒരുപാട് പേർ അതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും പൊള്ളയായിട്ടുള്ള തെറ്റാണ്. കാരണം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ചെയ്ത ജോലി എന്ന് പറയുന്നത് കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന്റെ കാര്യം. അത് വലിയ കാര്യമാണ് കേട്ടോ. നമ്മൾ പറയുന്നത് ഈ നമ്മുടെ ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് പറ്റാത്ത, അതുപോലെ തന്നെ അവിടുത്തെ യമനിലെ ഭരണകൂടങ്ങൾക്ക് പറ്റാത്ത കാര്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ
മുസ്ലിയാർ വഴി സാധിച്ചു. അല്ല, അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇടപെടൽ നടന്നിട്ടും ആ കുടുംബം നിമിഷപ്രിയയ്ക്ക് ഈ പറയുന്ന വധശിക്ഷയിൽ കുറഞ്ഞ ശിക്ഷയൊന്നും ലഭിക്കരുതെന്ന് അവർ പറയുന്നില്ല. അതായത് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരൻ കൃത്യമായി ഇന്നലെ പങ്കുവെച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ അറിയാതെയാണ് വധശിക്ഷ നീട്ടിവെച്ചത്, അതിൽ പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, സഹായധനം വേണ്ട, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് വേണ്ട. പക്ഷെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അല്ല, നമ്മൾ അവസാനിപ്പിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധതയെ ഓർത്തിട്ടാണ്. കേവലം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതിന്റെ പേരിൽ മാത്രമാണ് ഈ വധശിക്ഷ നടപ്പാകാതെ പോയത്, അത് നീട്ടിവെച്ചത് എന്ന് വിശ്വസിക്കുന്ന ഇന്ന് വിശ്വസിക്കുന്ന ഒരു മന്ദബുദ്ധികളായിട്ടുള്ള ഒരു പൊതുസമൂഹത്തെയാണല്ലോ നാം അഭിമുഖീകരിക്കുന്നത് എന്ന് ഓർക്കുകയാണ്. അല്ല, അത് എന്താ, അത് നമ്മൾ അത് ജനങ്ങൾ മന്ദബുദ്ധികളായത് കൊണ്ടല്ല, അത് പൊളിറ്റിക്കൽ നിലപാടുകളാണ്. കാരണം ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ഒരു പൊതുബോധം അടിച്ചിറക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അത് വിശ്വസിച്ച് പോവുകയാണ്. ആദ്യമായിട്ട് ആരാണ് ഈ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു എന്ന് വാർത്ത കൊടുത്ത മാധ്യമം ആരാണ്, ആ മാധ്യമ പ്രവർത്തകൻ ആരാണ്, ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ചെയ്തത് വലിയ കാര്യമാണ്, അത് ഞാൻ അംഗീകരിക്കുകയാണ്. പറ്റാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെയും നമ്മൾ യാഥാർത്ഥ്യത്തെ തിരസ്കരിച്ചുകൊണ്ട് മൊത്തത്തിലുള്ള ഗുണഫലങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. ഈ കേന്ദ്ര സർക്കാർ സത്യസന്ധമായി പറയുകയാണെങ്കിൽ, കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യം തലേന്ന് വരെ കേന്ദ്ര സർക്കാർ പറഞ്ഞു, അതായത് ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞത് ചെയ്യാൻ പരിമിതിയുണ്ട്, നമ്മൾ മാക്സിമത്തിന്റെ മുകളിൽ ശ്രമിച്ചു, പക്ഷെ കുടുംബം അടുക്കുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരുന്നത്. സത്യമാണ്, കേന്ദ്ര സർക്കാർ മാക്സിമത്തിൽ ശ്രമിച്ചിട്ട് കുടുംബം അടുത്തിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്ന അന്നും അതിന്റെ പിറ്റേന്നുമായി നടത്തിയ ചർച്ചകളിലാണ് ഈ പറയുന്ന താൽക്കാലികമായി ഈ വധശിക്ഷ നീട്ടിവെക്കാനുള്ള തീരുമാനം ഉണ്ടായത്. അതിൽ പങ്കുവഹിച്ചത് സൗദി അറേബ്യയാണ്, അതിൽ പങ്കുവഹിച്ചത് MA യൂസഫ് അലിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരുടെ ഇടപെടലാണ്. അപ്പം അതും കേന്ദ്ര സർക്കാർ അമിത്ഷയുടെയും നരേന്ദ്രമോദിയുടെ ഓഫീസിന്റെയും ഒക്കെ ഇടപെടൽ മൂലം യമൻ പ്രസിഡന്റിനെ നേരിട്ട് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള ഇടപെടൽ മൂലമാണ് നീട്ടിവെക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോഴും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല. അതായത് അവരുടെ കുടുംബം ഇപ്പോഴും പറയുന്നത് ഇതിലൊരു പരിഹാരം, പക്ഷെ ആ ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ സാധിച്ചു. പക്ഷെ ഇത് സത്യസന്ധമായി പറയാതെ എല്ലാ കാര്യങ്ങളും നടന്നത് അബൂബക്കർ മുസ്ലിയാർ ഇടപെടൽ മൂലമാണ് എന്ന് പറയുന്നതാണ് വിയോജിപ്പുള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ സാമുവൽ ജെറോം, ഈ പറയുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ, MA യൂസഫ് അലി, സൗദിയിലെ ഈ പറയുന്ന എംബസി ഉദ്യോഗസ്ഥർ, പിന്നെ വിദേശകാര്യ മന്ത്രാലയം, ഇത്തരം ആളുകൾക്കൊക്കെ നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. അവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ്. ഇനി കേരളത്തിലെ ഒട്ടനവധി മലയാളികൾ അവിടെ ഉണ്ട്, വ്യവസായികളായിട്ടുള്ള പിന്നെ മലയാളികളുണ്ട്. അവർ ശ്രമിച്ചു, അവരുടെ പേരും കൂടി പറയണം. അങ്ങനെയാകുമ്പോൾ ഇത് ഏകപക്ഷീയമായിട്ട് ഒരാളുടെ പേര് പറയുമ്പോൾ മാത്രമാണ് പ്രശ്നമുള്ളത്. പക്ഷെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചെയ്ത കാര്യം ചെയ്തു. പക്ഷെ ഏകപക്ഷീയമായി മറ്റുള്ള എല്ലാ ക്രെഡിറ്റും നമ്മൾ കൃത്യമായി പറയുന്നത്. യഥാർത്ഥത്തിൽ പിന്നെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരുടെ, പിന്നെ വിദേശകാര്യ ഉദ്യോഗസ്ഥരുടെ ശ്രമഫലമായിട്ട് തന്നെയാണ് ഈ വധശിക്ഷ നീട്ടിവെച്ചത്. അത് ഈ കുടുംബത്തിന്റെ ഇടപെടൽ ഉണ്ടായത് അബൂബക്കർ മുസ്ലിയാറുടെ ഇടപെടൽ. അതെ, പിന്നെ ഇവർക്ക് ഇത് കിട്ടിയത്, അതായത് അബൂബക്കർ മുസ്ലിയാറുമായി ബന്ധപ്പെട്ടത് ഇവർക്ക് ഇത് കിട്ടിയത് ഈ ഉത്തരവ് പുറത്തിറങ്ങിയ ശേഷം അവിടുത്തെ മതപണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ അവർക്ക് ആ ഉത്തരവ് കിട്ടുന്നു. അതിനുശേഷമാണ് അവർ ഇന്ത്യയിലെ പിന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഈ കത്ത് മെയിലായിട്ട് അയച്ചു നൽകുന്നത്. അത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കയ്യിലും കത്തുണ്ട്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമല്ല ഉള്ളത്. ഇതാണ് ഇതിലെ യാഥാർത്ഥ്യം. പക്ഷെ ഈ പറയുന്നത് പോലെ നിമിഷപ്രിയ എന്ന് പറയുന്ന അവിടെ കിടക്കുന്ന, അവിടെ ഈ പറയുന്ന തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ട് ഈ തൂക്കുകാർ നോക്കിയിരിക്കുന്ന അവരോട് ഈ ഇത്തരത്തിൽ ക്ഷമിക്കണോ വേണ്ടയോ, ഇവർ ചെയ്ത ക്രൂരതയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. ഈ അവസ്ഥയിൽ എന്താണ് യാഥാർത്ഥ്യം എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്.